എനിക്ക് കത്രിക പൂട്ടിട്ടവരെ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ച് കത്രിക പൂട്ടാൻ പോകുന്നു. പിണറായി സത്തെ നേരിടാൻ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോട്ട് PV അൻവർ. എന്നിട്ട് ചെയ്യുന്നതോ വി ഡി സതീശനാണ് മുക്കാൽ പിണറായി എന്നും വി ഡി സതീശനാണ് തൻ്റെ ഏറ്റവും വലിയ എതിരാളിയെന്നും സതീശൻ ഇല്ലെങ്കിൽ താൻ ഇപ്പോൾ UDFൻ്റെ അമരക്കാരനായനെ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് PV അൻവർ. അപ്പോൾ അൻവർ ഏത് വെള്ളത്തിൽ ചവിട്ടി എങ്ങോട്ട് പോകുന്നു എന്ന് അന്തം വിട്ട് നിൽക്കുകയാണ് ഇടതുപക്ഷവും UDF. എന്താണ് കത്രികപ്പൂട്ട്? ഒരു സാധനത്തെ മുറിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു കത്രികയുടെ രണ്ട് വിരൽ ഭാഗത്തും ഒരു പൂട്ട് കൊണ്ട് ബന്ധിക്കുന്നതിനെയാണ് സാധാരണയായി നമ്മുടെ നാട്ടിൽ കത്രികപ്പൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ കത്രിക കൊണ്ട് ഒരു പൂട്ടിട്ടാൽ, കത്രികയിൽ ഒരു പൂട്ടിട്ടാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കത്രികപ്പൂട്ടിന് നിലമ്പൂരിൽ എന്താണ് പ്രാധാന്യം? അൻവറിൻ്റെ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവറിൻ്റെ ചിഹ്നം കത്രികയാണ്. ആ കത്രികയ്ക്ക് പൂട്ടിടുക എന്നാൽ അൻവർ ആ കത്രിക കൊണ്ട് പൂട്ടിടുക എന്നല്ല, കത്രികയിൽ ഒരു പൂട്ട് കൊണ്ട് അങ്ങ് ബന്ധിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ മനസ്സിലാക്കിയതിന് അൻവർ താൻ പലർക്കും കത്രിക പൂട്ടാൻ ഇതാ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നു. വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട് PV അൻവറിൻ്റെ UDF മുന്നണി പ്രവേശനം. അതുമാത്രമല്ല, അൻവർ പോലും UDFിന് ഒരു അടഞ്ഞ അധ്യായമാണെന്ന്. അൻവർ അപ്പോഴും പറയുന്നത് UDFിൽ തനിക്കിപ്പോഴും ഒരല്പം സ്കോപ്പ് ഉണ്ടെന്നാണ്. അതിനാര് മുന്നണിയുടെ തലപ്പത്തില്ലാതാകണം? വി ഡി സതീശൻ തന്നെ. മുക്കാൽ പിണറായി എന്നാണ് PV അൻവർ കിട്ടുന്നിടത്തെല്ലാം വെച്ച് വി ഡി സതീശനെ വിശേഷിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തള്ളി പറഞ്ഞ് എത്ര കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ അൻവറിനൊപ്പം നിൽക്കും. അത് എത്രമാത്രം ആത്മഹത്യാപരമാണെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം, അൻവറിനറിയില്ലെങ്കിലും. പ്രതിപക്ഷ നേതാവിനെ താഴ്ത്തിക്കെട്ടാൻ സ്പോൺസറൈസ്ഡ് വ്യാജ വാർത്തകളും അന്തിച്ചർച്ചകളും ഒക്കെ ഇപ്പോൾ മണ്ഡലത്തിലൂടെ വ്യാപകമാണ്. ചില മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തെയും ടാറടിച്ച് കാണിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അപ്പോഴാണ് നിലമ്പൂരിലെ ജനത്തിന് സംശയം വരുന്നത്, അൻവർ എതിർത്ത് മത്സരിക്കാനിറങ്ങിയത് വി ഡി സതീശനെയാണോ അതോ പിണറായി വിജയനെയാണോ? പിണറായി വിജയനും കൂട്ടരും മാസങ്ങൾക്ക് മുമ്പ് ചേർന്ന് അൻവറിനെ LDFിൽ നിന്നും പടിയടച്ച് പിണ്ടം വച്ചിരുന്നു. വി ഡി സതീശൻ അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അൻവറിനെ UDFൻ്റെ പടിവാതിൽക്ക് പോലും വന്ന് മഴയത്ത് കയറി നിൽക്കാൻ പോലും വി ഡി സതീശൻ അനുവദിച്ചിട്ടില്ല. പിണറായിൽ നിന്നും സതീശനിലേക്കാണ് ഇപ്പോൾ അൻവറിൻ്റെ രോഷം മൊത്തം. സതീശനെതിരെ 4 വർത്തമാനം പറഞ്ഞിട്ട് അൻവറിന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നുമില്ല ഇതുവരെ. പിണറായി വിജയനെതിരെ പറഞ്ഞാൽ ഇനി ജനം അത് കേൾക്കാനും പോകുന്നില്ല. കാരണം അത് 3 മാസം മുമ്പ് കഴിഞ്ഞൊരു അധ്യായമായിരുന്നു. ആദ്യം PV അൻവർ എവിടെ ഏത് വെള്ളത്തിൽ എങ്ങോട്ട് കാലുവെച്ച് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കണം. ഇതൊരുമാതിരി BJPക്കാരുടെ സ്വഭാവമാണെന്നാണ് മലയോര കർഷകരടക്കം പറയുന്നത്. കോൺഗ്രസിനെയും CPMനെയും പരസ്യമായി എതിർക്കും, പക്ഷേ തക്കം കിട്ടിയാൽ ഒരാൾക്കൊപ്പം നിന്ന് മറ്റൊരാൾക്കെതിരെ കുതികാൽ വെട്ടും. അൻവറിനെ എടുക്കണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് മുന്നണിയിൽ തർക്കമെന്ന വ്യാജ പ്രചരണത്തെ എന്തായാലും നേടാനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം. അല്ലെങ്കിൽ 8 നിലയിൽ പൊട്ടുമെന്ന് അവർക്കറിയാം. ഷൗക്കത്തിൻ്റെ കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നും ഒരു കുഞ്ഞു പോലും പങ്കെടുക്കാതിരുന്നത് രാഷ്ട്രീയ എതിരാളികൾ പ്രചരണ വിഷയമാക്കി ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് മുന്നണിയുടെ തീരുമാനം. നിലമ്പൂരിൽ കോൺഗ്രസ് ലീഗ് തർക്കമെന്ന് ഇടത് മുന്നിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത് ധാരാളമായിരുന്നു. അൻവറിൻ്റെ സ്വാധീനം കൊണ്ടാണ് പാണക്കാട് കുടുംബം തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്നുവരെ പറഞ്ഞു വരുത്തി. കോൺഗ്രസുകാരുടെ ആശങ്ക ഭീതിയിലേക്ക് മാറിയതോടെ പ്രചരണ പരിപാടിയിൽ നിന്നും പാണക്കാട് കുടുംബം വിട്ടുനിന്ന പ്രചരണം മറികടക്കാനായി ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ തന്നെ ഷൗക്കത്തിനൊപ്പം വേദി പങ്കെടുക്കുകയും ചെയ്തു. അതൊരു പേരിന് മാത്രം. ആരുടെ ഷൗക്കത്ത് ഇതിനു മുമ്പ് പാണക്കാട് തങ്ങൾമാരെ അധിക്ഷേപിച്ചത് കൊണ്ടാണ് തങ്ങളുടെ കുടുംബത്തിലെ ആരും ആ കൺവെൻഷൻ പങ്കെടുക്കാതിരുന്നതെന്നാണ് PV അൻവറിൻ്റെയും ഇടത് മുന്നണിയുടെയും ആരോപണം. അൻവറിന് ജയിം ഉറപ്പല്ല. എങ്കിലും അവിടെ ആരുടെ ഷൗക്കത്ത് ജയിച്ചാൽ വി ഡി സതീശൻ എതിരാളികളില്ലാതെ സംസ്ഥാനത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDFിൽ നിന്ന് നോമിനിയായി ഉയർത്തപ്പെടുമെന്ന ഭയം അൻവറിനുണ്ട്. അതിപ്പോൾ കോൺഗ്രസ്സുകാർക്കുമുണ്ട്. സതീശൻ വിരുദ്ധ ടീമിൻ്റെയും അൻവറിൻ്റെയും ഒക്കെ ശ്രമങ്ങൾ ഏതാണ്ട് ഇപ്പോൾ ഒരേ ദിശയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കാൻ പാടില്ല. ജയിച്ചാൽ വി ഡി സതീശൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അവിടെ ശക്തനായി ഉയർന്നു വരും. അങ്ങനെ വരുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറെ വീർപ്പൊഴുക്കേണ്ടി വരിക കോൺഗ്രസ് തന്നെയാണ്. കാരണം ഒരു തീരുമാനം ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ്. ആരുടെ ഷൗക്കത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയാൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് അവിടെ വി ഡി സതീശൻ പ്രബലനാകുമെന്നാണ്. സ്വാഭാവികം. കാരണം അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇത്
ഈ ജയം സതീശിൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കപ്പെടും. പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചിട്ട് അത് ആരുടെയും അക്കൗണ്ടിലേക്ക് പോയില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ PV അൻവർ എന്തു തന്നെ പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് കരുക്കൾ നീക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളുടെ തീരുമാനം.